ഇന്ന് നമ്മൾ ഉണ്ടാക്കാൻ പോണത് നല്ലൊരു അടിപൊളി മധുപതാണ്. ഇത് വിശേഷ ദിവസങ്ങളിലോ കുട്ടികൾക്ക് വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കി കൊടുക്കണം എന്ന് തോന്നുമ്പോഴോ ഒക്കെ ഉണ്ടാക്കാൻ പറ്റിയ നല്ലൊരു അടിപൊളി ചോറ് തന്നെയാണ്. ഇതിലൊന്നും മിസ്സാകാതിരിക്കാൻ വേണ്ടി നിങ്ങൾ വീഡിയോ ഒന്ന് മുഴുവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണുക. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കണമെന്നൊന്ന് കണ്ടു നോക്കിയാലോ. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അതിന് ഞാനിതവിടെ 5 ഗ്ലാസ് ബസ്മതി റൈസ് എടുത്തിട്ടുണ്ട്. ഇത് ഇന്ത്യ ഗേറ്റിൻ്റെ വെള്ള ബസ്മതി റൈസാണ് എടുത്തിരുന്നത്. നമ്മൾ ചോറ് വെക്കാൻ അരി എടുക്കുമ്പോൾ എപ്പോഴും നല്ല ക്വാളിറ്റി ഉള്ള അരി എടുക്കുക. അപ്പോഴാണ് ചോറിന് നല്ല ടേസ്റ്റ് ഉണ്ടാകുക. ഞാൻ ഈ ഗ്ലാസ്സിനാണ് അരി എടുത്തത്. ഇത് 250 ml ആണ്. അങ്ങനെ അരി എടുത്തതിന് ശേഷം നല്ല പോലെ കഴുകി 3-4 പ്രാവശ്യം കഴുകിയിട്ടുണ്ട്. കഴുകിയതിന് ശേഷം വെള്ളം ഒഴിച്ചിട്ട് അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അരമണിക്കൂർ സോക്ക് ചെയ്യാൻ മാറ്റി വെച്ചിട്ടുണ്ട്. ഞാൻ അരി കഴുകുന്നതിന് മുമ്പ് തന്നെ ചിക്കൻ കഴുകിയിട്ട് വെള്ളം വാരാൻ വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. 1.5 കിലോ ചിക്കനാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്കിത് എങ്ങനെ ഉണ്ടാക്കണമെന്ന് നമുക്ക് കണ്ടാ നോക്കിയാലോ. അതിന് ഞാനൊരു ചട്ടി അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഫ്ലെയിം ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് 4 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഓയിൽ നല്ലപോലെ ചൂടായതിന് ശേഷം ഒരു തുണ്ട് പട്ട എടുത്ത് 2 പീസാക്കി ഇട്ടിട്ടുണ്ട്. 4 ഏലക്ക, 4 ഗ്രാമ്പു, 1 ടീസ്പൂൺ കുരുമുളക്, ഒരു ബേ ലീഫും ചെറിയൊരു ബേ ലീഫും പാടെ ഇട്ടിട്ട് നല്ലപോലെ കുരുമുളകും ഏലക്കയും പാടെ നല്ലപോലെ ഒന്ന് പൊട്ടി വരും. പൊട്ടി വരുന്ന സമയത്ത് നമ്മളതിലേക്ക് 4 വലിയ ഉള്ളിയാണ് ഞാൻ ഒന്ന് ചെറുതാക്കി മുറിച്ചിട്ടിട്ടാൽ മതി. ഞാനത് മിക്സിയിലിട്ട് ക്രഷ് ചെയ്തതാണ്. നിങ്ങൾ ചെറുതാക്കി മുറിക്കുക, ചോപ്പറിലിട്ട് ചോപ്പ് ചെയ്യുകയും എന്ത് വേണമെങ്കിലും ചെയ്യാം. പിന്നെ ഉള്ളി വഴറ്റണം. ഫുൾ വീഡിയോ ഒന്നും ഞാൻ എടുത്തിട്ടില്ല. നല്ലപോലെ നിങ്ങൾ വഴറ്റിയെടുക്കുക. നല്ലപോലെ ഉള്ളി വഴന്നതിന് ശേഷം പിന്നെ നമ്മൾ ഇതിലേക്ക് നല്ലപോലെ വഴന്നിട്ടുണ്ട്. ഞാൻ മീഡിയം ടു ലോ ഫ്ലെയിമിലാണ് ചട്ടി വെച്ചിരിക്കുന്നത്. നല്ലപോലെ വഴന്നതിന് ശേഷം അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി അരച്ചതാണ് പേസ്റ്റ്. നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇട്ടതിന് ശേഷം നല്ലപോലെ ഇളക്കി കൊടുക്കുക. ഇളക്കിയിട്ട് അതിൻ്റെ പച്ചമണം പോകുന്ന വരെ ഒന്ന് വഴറ്റി കൊടുക്കുക. വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ എല്ലാവരും വീഡിയോക്ക് ഒന്ന് ലൈക്ക് ചെയ്യാൻ ആരും മറന്നു പോകരുത്. അപ്പോൾ ഇഞ്ചിയും വെളുത്തുള്ളി ഇട്ട് നല്ലപോലെ വഴറ്റി അതിൻ്റെ പച്ചമണമൊക്കെ പോയിട്ടുണ്ട്. പോയതിന് ശേഷം ഞാൻ ഇതിലേക്ക് 4 തക്കാളി മിക്സിയിലിട്ടിട്ട് വെള്ളമൊന്നും ഒഴിക്കാതെ അരച്ചെടുത്തതാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ചെറുതാക്കി പൊടിയായിട്ട് അരിഞ്ഞിട്ട് വേണമെങ്കിലും ഇടാം. മിക്സിയിലിട്ട് തക്കാളി ഒഴിച്ചതിന് ശേഷം ഞാൻ ഒന്ന് വഴറ്റിയതിന് ശേഷം പിന്നെ അത് മൂടി വയ്ക്കുന്നുണ്ട്. മൂടി വെച്ചിട്ട് 2-3 മിനിറ്റ് കഴിയുമ്പോൾ നമുക്ക് തുറന്ന് നോക്കാം. തുറന്ന് നോക്കുമ്പോഴേക്കും അതിൻ്റെ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞിട്ടുണ്ടാവണം. ഇതപ്പോൾ വെള്ളമൊക്കെ നല്ലപോലെ വറ്റിയിട്ട് എണ്ണ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഞാൻ തുറന്നതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. നല്ലപോലെ ഇളക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ഒരു പൊട്ട് പോലും വെള്ളമില്ല, എണ്ണ മാത്രം തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് 3 ചിക്കൻ ക്യൂബ് ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട്. ഞാൻ അത്ര നേരം മസാലയിലേക്ക് ഉപ്പ് ഇട്ടിട്ടില്ല കേട്ടോ. ഉപ്പിടാത്തത് ഈ ചിക്കൻ ക്യൂബിൽ ഉപ്പുണ്ടാവും. ആ കാരണം കൊണ്ടാണ് ഉപ്പിടാത്തത്. ചിക്കൻ ക്യൂബ് എടുത്തിട്ട് നല്ലപോലെ കൈകൊണ്ടൊന്ന് പൊടിച്ചിട്ട് അത് കൈകൊണ്ട് പൊടിക്കുമ്പോൾ തന്നെ അത് പൊടിഞ്ഞോളും. ഇല്ലെങ്കിൽ മസാലയിൽ ഇട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ചൂടായാൽ തന്നെ അത് പൊടിഞ്ഞോളും. ഞാൻ 1.25 കിലോന് അരി എടുത്തത് കൊണ്ടാണ് 3 ക്യൂബ് എടുത്തത്. നിങ്ങൾ 1 കിലോന് അരിയാണ് വെക്കണമെന്നുണ്ടെങ്കിൽ 2 ക്യൂബ് എടുത്താൽ മതി. സാധനങ്ങളൊക്കെ നിങ്ങൾ വെക്കണ സാധനങ്ങൾക്കനുസരിച്ചിട്ട് കൂട്ടും കുറയ്ക്കും ഒക്കെ ചെയ്യാം. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു അറബിക് മസാല വേണം. അത് ഞാൻ കടയിൽ നിന്ന് വാങ്ങിയതല്ല കേട്ടോ. അത് ഞാൻ ഉണ്ടാക്കിയതാണ്, വീട്ടിൽ തന്നെ ഉണ്ടാക്കിയതാണ്. ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം. ഞാൻ വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. അടിപൊളി മസാലയാണ്. നമ്മൾ ഉണ്ടാക്കിയ മസാലയിൽ നിന്ന് 2 ടേബിൾ സ്പൂണും അറബിക് മസാല ഞാൻ ഇടുന്നുണ്ട്. ഈ മസാലയും കൊണ്ട് നമുക്ക് അറബിക് ഡിഷ് ഏത് വെക്കുകയാണെങ്കിലും അതിലേക്ക് മസാല ഇടാം കേട്ടോ. നല്ല പോലെ ഒന്ന് വഴറ്റി കൊടുക്കുക. സബ്സ്ക്രൈബ് ചെയ്യാതെ ആരെങ്കിലും നമ്മുടെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക കേട്ടോ. പുതിയ വ്യൂവേഴ്സ് ആരെങ്കിലും ഉണ്ടെങ്കിൽ. ഇപ്പോൾ ഇളക്കി നോക്കിയപ്പോൾ മസാലയിൽ നല്ല ഉപ്പുണ്ട് കേട്ടോ. അപ്പോൾ ഞാൻ പിന്നെ ഇപ്പോൾ ഉപ്പിട്ടില്ല. പിന്നെ അതിലേക്ക് ഞാൻ 3 പച്ചമുളക് കീറിയിട്ടിട്ടുണ്ട്. ഒരുപാട് എരിവൊന്നും ഇല്ലാത്ത പച്ചമുളകാണ്. പിന്നെ ഞാനൊരു കറുത്ത നാരങ്ങ എടുത്തിട്ട് അതിൻ്റെ നല്ലപോലെ കഴുകിയതിന് ശേഷം അതിൻ്റെ 4 ഭാഗം ഓരോ ഹോളിട്ടിട്ടുണ്ട്. എന്നിട്ട് ഞാൻ നാരങ്ങ അതിലിട്ടിട്ടുണ്ട്, മസാലയിലിട്ടിട്ടുണ്ട്. മസാലയിലേക്ക് നമ്മുടെ നാരങ്ങയുടെ ഫ്ലേവർ മുഴുവൻ ഇറങ്ങി വരാൻ വേണ്ടിയിട്ടാണ് ഹോളിട്ടിരിക്കുന്നത്. പിന്നെ ഞാനിതാ ചിക്കൻ ഇടുന്നുണ്ട് കേട്ടോ. മുഴുവനായിട്ടും നല്ലപോലെ കഴുകി വെള്ളം വാർന്ന ചിക്കനാണ്. അത് ഞാൻ മുഴുവനും മസാലയിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. മസാലയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നമ്മൾ നല്ലപോലെ മിക്സ് ആക്കുക. നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം കേട്ടോ. നമ്മളിട്ട ചിക്കന് ചുവപ്പ് കളർ മാറിയിട്ട് വെള്ള കളർ ആവുന്ന വരെ നല്ലപോലെ മിക്സ് ആക്കി കൊടുക്കണം. അപ്പോൾ ഞാൻ നോക്കിയപ്പോൾ ചിക്കനിലേക്കും മസാലയിലേക്കും പാടുള്ള ഉപ്പ് പോരാ. അപ്പോൾ ഞാൻ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തു.
ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഒരു 5-10 മിനിറ്റ് നമ്മൾ നല്ലപോലെ മിക്സ് ആക്കണം കേട്ടോ. ഞാൻ ചിക്കൻ മിക്സ് ആക്കുന്നത് മാത്രം അടിച്ചു വിട്ടിട്ട് ഇടുന്നുണ്ട്. ഈ മിക്സ് ആക്കലിലാണ് നമ്മുടെ ചോറിൻ്റെ നല്ല ടേസ്റ്റ് ഇരിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് കട്ട് ചെയ്യാണ്ട് ഇട്ടിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ നല്ലപോലെ മിക്സ് ആക്കുക. നമ്മൾ ഇട്ട ഇറച്ചി ചുവപ്പ് കളർ പോയിട്ട് വെള്ള കളർ ആകണം. അതുവരെ നമ്മൾ മിക്സ് ആക്കണം. അപ്പോൾ ഇറച്ചിയും മസാലയും കൂടെ നല്ലപോലെ മിക്സ് ആയതിന് ശേഷം ഞാനിതാ അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് നമ്മളിതിന് ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. നമ്മളൊരു 10 മിനിറ്റ് നല്ലപോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇപ്പോൾ ഒരു 5 മിനിറ്റും കഴിഞ്ഞിട്ടുണ്ട്. അടച്ചു വെച്ചിട്ട് ഒരു 15 മിനിറ്റ് ആയപ്പോൾ നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട്. അപ്പോൾ ആ ചിക്കനൊക്കെ നല്ലപോലെ തിളച്ചിട്ട് ഒരു 1/4 വേവാകാനായിട്ടുണ്ട് കേട്ടോ ചിക്കന്. ചിക്കനൊക്കെ നല്ലപോലെ വെള്ള കളറായാലാണ് നമ്മൾ ഉണ്ടാക്കുന്ന ഏത് ഡിഷാണെങ്കിലും, ചിക്കൻ വെച്ച് ഉണ്ടാക്കുന്ന ഏത് ഡിഷാണെങ്കിലും ചിക്കൻ നല്ലപോലെ മസാലയിൽ വഴറ്റിയെടുക്കുക. അപ്പോഴാണ് നമ്മൾ ഉണ്ടാക്കുന്ന കറിയാണെങ്കിലും മസാലയാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടാവും. അങ്ങനെ ചെയ്യാത്തവരാണെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കി. അപ്പോൾ ചിക്കനൊക്കെ നല്ലപോലെ 1/4 വേവ് ആയതിന് ശേഷം ഞാൻ അതിലേക്ക് അരി നമ്മൾ 30 മിനിറ്റ് അരമണിക്കൂർ സോക്ക് ചെയ്തതിന് ശേഷം നല്ലപോലെ വെള്ളം വരാൻ വേണ്ടി ഒരു അരിപ്പയിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു. അതൊന്നും ഞാൻ വീഡിയോയിൽ കാണിച്ചിട്ടില്ല. എല്ലാം പാടെ കാണിക്കുമ്പോൾ വീഡിയോ ഒരുപാട് ലെങ്ത് ആവും. 30 മിനിറ്റ് കഴിഞ്ഞ് വരുമ്പോൾ തന്നെ അരി വെള്ളം വാരാൻ വെക്കുക കേട്ടോ. നല്ലപോലെ വെള്ളം വാർന്നതിന് ശേഷം നമ്മൾ അരി മുഴുവനായിട്ട് ചിക്കനിലേക്ക് ഇടുക. ചിക്കനിലേക്ക് ഇട്ടതിന് ശേഷം നല്ലപോലെ മിക്സ് ആക്കുക. ചിക്കനും മസാലയും അരിയും പാടെ നല്ലപോലെ മിക്സായി കിട്ടണം. നിങ്ങൾ ചോറ് മസാല ഉണ്ടാക്കാൻ ചട്ടി എടുക്കുമ്പോൾ വലിയ ചട്ടി തന്നെ എടുക്കുക കേട്ടോ. അതിൻ്റെ അകത്ത് വലിയ ചട്ടി ഉണ്ടായിരുന്നില്ല. ഞാനിതിൽ കൊള്ളും വിചാരിച്ചിട്ടാണ് ഇതിൽ ചെയ്തത്. നോക്കുമ്പോൾ ഇതിൽ 1.25 കിലോ അരിയും 1.5 കിലോ ചിക്കനും പാടെ ആയതുകൊണ്ട് കൊണ്ടില്ല. അപ്പോൾ ഞാൻ അരിയൊക്കെ നല്ലപോലെ ഒന്ന് മിക്സ് ആക്കി എടുത്തു. വേകുമ്പോഴേക്കും ഇത് നല്ലപോലെ ഫുള്ളായിട്ട് നിറഞ്ഞു വരും. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ചട്ടി മാറ്റുന്നുണ്ട്. വേറൊരു ചട്ടി വെച്ചിട്ട് ഞാൻ അതിലേക്ക് ഫുള്ളായിട്ട് ചോറ് നമ്മൾ മിക്സാക്കിയ ചോറ് മുഴുവനായിട്ട് അരി മുഴുവനായിട്ട് ഇടുന്നുണ്ട്. വീഡിയോ കണ്ട് എന്നെ സപ്പോർട്ട് ചെയ്യുന്ന എൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദിയുണ്ട് കേട്ടോ. തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാകണം. ഇത് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങൾ ഉണ്ടാക്കി നോക്കി, നല്ല ടേസ്റ്റാണ് കേട്ടോ. ഒരിക്കൽ കഴിച്ചാൽ നിങ്ങൾക്കറിയാം, ഉണ്ടാക്കിയിട്ട് കഴിച്ചാൽ നിങ്ങൾക്കറിയാം അത്രയ്ക്ക് നല്ല ടേസ്റ്റാണ്. നമ്മൾ ഇതിലേക്ക് ഒരുപാട് ഓയിലൊന്നും ഒഴിക്കണമില്ല. മന്തിയിലേക്കൊക്കെ ഒഴിക്കും പോലുള്ള ഓയിലോ അല്ലെങ്കിൽ ഒരുപാട് സാധനങ്ങളോ ഒന്നുമില്ല ഇതിലേക്ക്. പെട്ടെന്ന് ഉണ്ടാക്കാനും പറ്റും, നല്ല ടേസ്റ്റോട് കൂടിയിട്ട്. അപ്പോൾ എല്ലാവരും ഒന്ന് ഉണ്ടാക്കി നോക്കി ഇതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. അപ്പോൾ നമ്മൾ ചിക്കനും അരിയൊക്കെ നല്ലപോലെ മിക്സ് ആക്കിയതിന് ശേഷം ഞാനിതിലേക്ക് വലിയൊരു ക്യാരറ്റാണ് കേട്ടത്. ക്യാരറ്റ് നല്ലപോലെ പൊടിയായിട്ട് അരിഞ്ഞതാണ്. ഇത് ഞാൻ മിക്സിയിലിട്ടിട്ട് ഒന്ന് ക്രഷ് ചെയ്തതാണ് കേട്ടോ. നിങ്ങൾ പൊടിയായിട്ട് അരിഞ്ഞാലും മതി. എന്നിട്ട് അത് നമ്മൾ ചിക്കനും അരിയും ക്യാരറ്റും പാടെ നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. നിങ്ങൾക്ക് ഈ റെസിപ്പി ഇഷ്ടമായി എന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തിട്ട് നമ്മളൊന്ന് സപ്പോർട്ട് ചെയ്യുക. വീഡിയോ എല്ലാവരും ഒന്ന് മുഴുവനായിട്ടും കാണുക. വീഡിയോക്ക് ലൈക്ക് ചെയ്യുക. ആദ്യമായിട്ട് കാണുന്ന പുതിയ വ്യൂവേഴ്സ് ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണാൻ ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാനിടുന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ ഞാനൊരു അടുപ്പിൽ വെള്ളം തിളയ്ക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. നമ്മളിതിലേക്ക് 5 കപ്പ് അരിയാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് 5 കപ്പിലേക്ക് ഞാൻ 7.5 കപ്പ് വെള്ളമാണ് ഒഴിച്ചിരിക്കുന്നത്. ഒരു കപ്പ് അരിക്ക് 1.5 കപ്പ് വെള്ളം എന്നുള്ള കണക്കിനാണ് ഞാൻ വെള്ളം എടുത്തിരിക്കുന്നത്. പിന്നെ ഈ ചോറിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പും ഞാൻ ഇട്ടിട്ടുണ്ട്. ഉപ്പൊക്കെ നിങ്ങളുടെ ടേസ്റ്റിനനുസരിച്ചിട്ടിടുക. പിന്നെ നിങ്ങൾ ഇത്രയൊന്നും 1.5 കിലോനും ഒന്നും ഇട്ട് വെക്കണില്ല, നിങ്ങൾ കുറച്ച് ഇട്ട് വെക്കണമെന്നുണ്ടെങ്കിൽ ഇതിന് സാധനങ്ങളൊക്കെ പകുതിയാക്കി എടുക്കുക. ഇതിൽ കൂടുതലാണ് നിങ്ങൾ വെക്കണമെന്നുണ്ടെങ്കിൽ സാധനങ്ങളൊക്കെ കൂട്ടിയെടുക്കുക. ഇനിയിപ്പോൾ നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാൻ അടച്ചു വെച്ചിട്ടുണ്ട്. അടച്ചു വെച്ചാൽ നമ്മൾ തിളച്ച വെള്ളം ഒഴിച്ച കാരണം കൊണ്ട് തന്നെ പെട്ടെന്ന് തിളയ്ക്കും. ഒരു 2-3 മിനിറ്റ് ആകുമ്പോഴേക്കും നല്ലപോലെ തിളച്ചിട്ടുണ്ട്. തിളച്ചതിന് ശേഷം ഞാൻ തുറന്നിട്ട് ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഒരു 2-3 മിനിറ്റ് കഴിഞ്ഞ് അപ്പോൾ ഞാനത് തുറന്ന് എന്നിട്ട് നല്ലപോലെ ഒന്നുകൂടി ഇളക്കി കൊടുക്കുന്നുണ്ട്. ഇളക്കി കൊടുത്തതിന് ശേഷം നല്ലപോലെ അടി ചേർത്ത് ഇളക്കണം കേട്ടോ. നല്ലപോലെ ഇളക്കിയതിന് ശേഷം ഞാനിതൊക്കെ ഒന്ന് ഒതുക്കി വെക്കുന്നുണ്ട്. ഒതുക്കി വെച്ചതിന് ശേഷം ഇനി ഒന്നുകൂടി മൂടി വയ്ക്കുന്നുണ്ട്. കുറച്ച് വെള്ളം ഒന്ന് വറ്റി കിട്ടണം. ഉപ്പുണ്ടോ ചെക്ക് ചെയ്തിട്ട് ഈ സമയത്ത് ഉപ്പിടുക. പിന്നെ വെള്ളം വറ്റി കഴിഞ്ഞാൽ ഉപ്പിട്ട് പറ്റില്ല, ഉപ്പ് അതിൽ പിടിക്കില്ല. ഇനി മൂടി വെച്ചിട്ട് ലോ ഫ്ലെയിമിൽ ഒരു 6 മിനിറ്റ് ഞാനത് കുക്ക് ചെയ്തെടുക്കുന്നുണ്ട്. ഒരു 6 മിനിറ്റ് കഴിഞ്ഞിട്ട് ഞാൻ തുറന്നിട്ടുണ്ട്. തുറന്ന് ഞാൻ അതിലേക്ക് ഒരു ക്യാപ്സിക്കം ഇടുന്നുണ്ട്. ക്യാപ്സിക്കം ആവശ്യമുള്ളവർക്ക് ഇട്ടാൽ മതി കേട്ടോ. ക്യാപ്സിക്കം ഇട്ടിട്ട് നല്ലപോലെ നമ്മൾ മിക്സാക്കി കൊടുക്കുക. ഞാനിതിൻ്റെ മുമ്പിൽ കുക്കറിൽ ഞാൻ ക്യാപ്സിക്കം ഒന്നും ഇടാണ്ട് മധുകൂത് വെച്ചിട്ടായിരുന്നു
അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. എല്ലാവർക്കും നല്ല പോലെ പറ്റി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഞാൻ വീഡിയോ എടുത്തില്ല കേട്ടോ. അറബിക് മസാല ഉണ്ടാക്കിയ ഉടനെ തന്നെ ഞാൻ മധൂത് ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ അത് ഉണ്ടാക്കി കഴിച്ചിട്ട് അതിൻ്റെ ടേസ്റ്റ് എന്താണെന്ന് നോക്കിയതിന് ശേഷം നിങ്ങൾക്ക് വീഡിയോ ഇട്ട് തരാമെന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് വീഡിയോ എടുക്കാതിരുന്നത്. അത് ഉണ്ടാക്കി കഴിച്ച് നോക്കിയപ്പോൾ എല്ലാവർക്കും പറ്റി. എല്ലാവരും നല്ല അഭിപ്രായം പറഞ്ഞ് അടിപൊളി ടേസ്റ്റും ഉണ്ടായിരുന്നു. അതിൽ ഞാൻ ക്യാപ്സിക്കം ഇട്ടിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ക്യാപ്സിക്കം ഒഴിവാക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ക്യാപ്സിക്കം ഒഴിവാക്കാം. വേണ്ടവർക്ക് മാത്രം ഇട്ടാൽ മതി. ക്യാപ്സിക്കം ഇല്ലെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഒരു 3 മിനിറ്റും കൂടി ഞാനതുപോലെ ലോ ഫ്ലെയിമിൽ മൂടി വെച്ചതിന് ശേഷം 3 മിനിറ്റ് കഴിഞ്ഞിട്ട് നമ്മൾ ഫ്ലെയിം ഓഫാക്കിയിട്ടുണ്ട്. ഓഫാക്കി ഞാൻ 3 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം തുറന്നിട്ടുണ്ട്. ഫ്ലെയിം ഓഫാക്കിയതിന് ശേഷം നമ്മൾ തുറന്ന് അടിപൊളി മണം പറഞ്ഞ അടിപൊളി മണം കേട്ടോ. നല്ല ടേസ്റ്റും ഉണ്ട്. ഇതുപോലെ ഉണ്ടാക്കാത്തവരൊന്ന് ഉണ്ടാക്കി നോക്കി. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. റെസിപ്പി ഇഷ്ടമായാൽ നിങ്ങളെല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സ് ആൻഡ് ഫാമിലി ഗ്രൂപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്യുക. ഇതേപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കിയിട്ട് അതിൻ്റെ ഫീഡ്ബാക്ക് താഴെ കമൻറ്റ് ബോക്സിൽ അറിയിപ്പിക്കുക. ഒരിക്കലെങ്കിലും ഒന്ന് ഉണ്ടാക്കി നോക്കി. ഇത്ര നേരം വീഡിയോ കണ്ടതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ടും ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും. ബായ്.